ഇപ്പം സിനിമയും സീരിയലും ഒരുപോലെ അഭിനയിക്കുന്നു. സീരിയലുകൾ ഒരുപാട് ചെയ്യുമ്പം സിനിമയിൽ അവസരം കുറയുന്നത് പലരും ഇപ്പം എൻ്റെ ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പം അങ്ങനെ അങ്ങനെ തന്നെയാണോ ഓ ചേച്ചി? അതെ, അങ്ങനെ തന്നെയാണ്. എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്ക് തോന്നണതേ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ മുഖം ഭയങ്കര ഫെമിലിയറായി പോയതിൻ്റെ ആയിരിക്കണം. എനിക്ക് കണ്ടെത്താനായിട്ട് ഇപ്പം മിനി സ്ക്രീനിലൊക്കെ ഞാൻ, അല്ലെങ്കിൽ യൂട്യൂബിൽ, അല്ലെങ്കിൽ നമ്മുടെ ബ്ലാക്കിസ് എന്ന് പറഞ്ഞ ചാനലിലൊക്കെ നമ്മളിങ്ങനെ ഫെമിലിയർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ സിനിമയ്ക്കൊരു പുതുമ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവണം. എനിക്ക് കണ്ടെത്താനായിട്ട് ആ ഒരു റീസണേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ വർക്കിന്റെ കാര്യത്തിൽ നമ്മൾ പങ്ക്ച്വലാണ്, നമ്മൾ അത്യാവശ്യം മോശമില്ലാതെയൊക്കെ അഭിനയിക്കുന്നൊക്കെ ചെയ്ത സിനിമയിലും സീരിയലിലൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. 2 വർഷം ഞങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് ഉണ്ടോ. അപ്പൊ അതുകൊണ്ട് അതുമായിരിക്കില്ല കാരണം. അപ്പോൾ മുഖത്തിന്റെ പുതുമ നഷ്ടപ്പെട്ടിട്ടുണ്ടാവണം. അതായിരിക്കും ഞാൻ കണ്ടെത്തിയ റീസൺ. ഇപ്പം ഏറ്റവും പ്രിയങ്കരം ഏതെന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? സിനിമയായിരിക്കുമോ സീരിയലായിരിക്കും? എനിക്ക് അഭിനയിച്ചാൽ മതി. അങ്ങനെയില്ല. കാരണം സിനിമയിൽ വേറൊരു തരം അഭിനയം, സീരിയലിൽ വേറൊരു അങ്ങനെ നമുക്കറിയില്ലല്ലോ. ഇപ്പോൾ 5,000 രൂപ തരുന്നിടത്തും 25,000 രൂപ തരുന്നിടത്തും നമുക്ക് 2 തരത്തിൽ അഭിനയിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഒരു തുണി മേടിച്ചാൽ 500 രൂപയ്ക്ക് ആ തുണിയുടെ കുറഞ്ഞ ക്വാളിറ്റി കിട്ടും, 5,000 രൂപയ്ക്ക് ആ തുണിയുടെ നല്ല ക്വാളിറ്റി കിട്ടും, അല്ലേ? അങ്ങനെ നമുക്ക് അഭിനയത്തിൽ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇവിടെയാണെങ്കിലും നമുക്ക് അറിയാവുന്നത് വൃത്തിയായിട്ട് ചെയ്യാനല്ലേ നമുക്ക് പറ്റുള്ളൂ. ഈ സിനിമയിൽ 5,000 തന്നുള്ളൂ, ഇവിടെ കുറച്ച് അഭിനയിച്ചാൽ മതി എന്ന് ഏതെങ്കിലും ഒരാൾ ചിന്തിക്കുമോ? ഇല്ല. അപ്പോൾ എവിടെയാണെങ്കിലും മനസ്സ് നിറഞ്ഞ് നല്ല സീനുകൾ ചെയ്യുക എന്നുള്ളതാണ് എനിക്കിഷ്ടം. ഇപ്പം ചക്രത്തിലെ കാര്യം പറഞ്ഞാൽ എൻ്റെ തലയിൽ ആ സാധനം വരുന്നില്ല എന്നല്ല, എങ്കിലും മറിമായമാണ് ഇപ്പം നമ്മുടെ വീണ്ടും ഒരു അഭിനയ പാത. അപ്പം ആദ്യത്തെ സീൻ ഓർമ്മയുണ്ടോ? എങ്ങനെയായിരുന്നു? ടെൻഷൻ അടിച്ചതല്ല, ടെൻഷനുണ്ട്, ഭയങ്കര ടെൻഷനുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഈ മനുഷ്യൻ ആരും ഡയലോഗ് പഠിക്കുന്നില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുവാണ്. ഒരാൾ അവിടെ നിന്ന് കാലൊക്കെ കയറ്റി വെച്ച് പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ കുറേ പേര് വിഗ് എടുത്ത് വെച്ച് നോക്കുന്നൊക്കെ ഉണ്ട്. ഇതെന്ത് ഇവരാരും? ഞാനാണെങ്കിൽ എനിക്കൊരു പേപ്പർ തന്നു, ചേച്ചി ഇതൊന്ന് പഠിച്ചോളൂ, ചേച്ചിയുടെ സീൻ എടുക്കുമ്പോൾ ഇതായിരിക്കും എന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ കാണാതെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇരുന്നിട്ട്. ഇങ്ങനെ കാണാതെ പഠിക്കാൻ എത്ര വായിച്ചിട്ടും ചിലതൊക്കെ മിസ്സായി പോണത് ദൈവമേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇവരുടെ സീനൊക്കെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ സാറ് വന്നിട്ട് പറഞ്ഞു, നമുക്ക് ഒന്ന് ചെയ്തു നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ എന്ന് പറഞ്ഞു, ചെയ്തോ എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ആ സീനിൽ തകർത്ത് അഭിനയിക്കുവാണ്. പഠിച്ചേക്കുന്ന ഡയലോഗ് വള്ളി പുള്ളി വിടാതെ പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു കൊള്ളൂല എന്ന് പറഞ്ഞു. അയ്യോ അങ്ങനെ തന്നെ പറഞ്ഞു, കൊള്ളൂലെന്ന് പറയും. അപ്പോൾ ചെയ്തില്ലേ വേണ്ട എന്നൊക്കെ പറയും. അപ്പം ഞാൻ എൻ്റെ ദൈവമേ എന്ത് ഈ പറയുന്നത്, കൊള്ളൂല, എന്തൊരു മനുഷ്യനാണെന്ന് ഞാൻ ചിന്തിച്ചു. ഇതൊന്നും ഇവിടെ വേണ്ടെന്ന് പറഞ്ഞു. തരണ പൈസക്കുള്ളത് അഭിനയിച്ചാൽ മതി, എക്സ്ട്രാ ഒന്നും ഇടണ്ട. അപ്പോൾ അങ്ങനല്ല, ഇത് ഇപ്പോഴത്തെ സാറ് പറയും ഞങ്ങളോട്, ചില സീൻ ഭയങ്കര ഓവറായി പോകും, അപ്പം ഇത്രയും പൈസ അല്ലേ തരുന്നുള്ളൂ, അത്ര അഭിനയിച്ചാൽ മതിയേ, ഞങ്ങൾക്ക് കൂടുതലൊന്നും വേണ്ടെന്ന് പറയും. അപ്പോൾ എന്നിട്ട് എന്നോട് സാറ് പറഞ്ഞു, ബിഹേവ് ചെയ്യാൻ പറഞ്ഞു. മഞ്ജു എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ ചെയ്യും, അത് മതി ഇവിടെ, അല്ലാതെ ഭയങ്കര അഭിനയസിദ്ധിയൊന്നും ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങ് അഭിനയിച്ച് അവിടെയുള്ള ഇപ്പോൾ നിയാസൊക്കെ ആണെങ്കിലും മണിയേട്ടനാണെങ്കിലും അവർ രണ്ടുപേരുമാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നിയാസൊക്കെയും മണിയേട്ടനും ഇവർ രണ്ടുപേരുമാണ് നമ്മളിങ്ങനെ ടോൺ ചെയ്തെടുത്തത്. ഇങ്ങനെ അതങ്ങനെയല്ല, നമുക്ക് സ്പേസ് തരാൻ തുടങ്ങി. അവർ പറഞ്ഞു തരുന്നത് ക്യാച്ച് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവർ കുറച്ചും കൂടി ഇതായിട്ടുള്ള കഥാപാത്രങ്ങൾ തന്നു തുടങ്ങി. അങ്ങനെ അവരുടെ കൂടെ ആയതുകൊണ്ടായിരിക്കണം ഞാൻ അങ്ങനെ മോൾഡ് ആയതെന്ന് തോന്നുന്നു.